ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് വറുത്തേ. അപ്പോൾ ശരിക്കും കടുക് വറുക്കേണ്ട ആവശ്യമില്ല, ഞാനെന്തോ ഓർക്കാതെ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ എടുത്തു വെച്ചൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 2 സവാളയോളം എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ സവാള ഒന്ന് പെട്ടെന്ന് മൂത്ത് വരുന്നതിനായിട്ട് ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ 1/2 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഞണ്ട് റോസ്റ്റ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞണ്ട് നന്നാക്കാനും എനിക്കറിയില്ലാത്തതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് നന്നാക്കിയാണ് ഞാൻ മേടിച്ചതും. അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അവരവരുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അതാ ഞാൻ ആ ഒരു ഉള്ളി വാടി വരുന്ന ടൈം കൊണ്ട് ഞാനത് ഇവിടെ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് കേട്ടോ ഞാൻ ഇടുന്നത് പൊടികൾ. പിന്നെ ഞാനൊരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. എനിക്ക് തക്കാളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് മൂടി വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം വെന്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പൊടി നന്നായിട്ട് സിമ്മിലിട്ട് ഞാൻ ഒരുപാട് നേരം വഴറ്റി ചൂടാക്കി എടുക്കുക. അപ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് വരുള്ളൂ. കുറേ സമയം കൊണ്ട് നമ്മളത് ഒരു 5-10 മിനിറ്റൊക്കെ നമ്മളങ്ങനെ ചെറു തീയിലിട്ട് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് നമ്മൾ അതിലേക്ക് ഞണ്ടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് നമുക്കതിലേക്ക് തോന്നില്ല. എൻ്റെ ഒരു ഇതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർക്കാം. അല്പം നേരം മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പം നമുക്കിതിൽ ഗ്രേവി വേണം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഗ്രേവി വേണം. അപ്പോൾ ഈ ഒരു കപ്പിൽ 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞണ്ട് റോസ്റ്റ് കഴിക്കാനായിട്ട് എൻ്റെ വീട്ടിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞണ്ടൊക്കെ സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരല്പം ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാനൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നൊരു ലൈക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഞണ്ട് കഴിച്ചത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ. ഞാനപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞണ്ട് റോസ്റ്റ് ട്രൈ ചെയ്യുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.